ഈ കഴിഞ്ഞ മാസം ജാബിർ സുലൈം എന്ന് പറയുന്ന ഈ സൂഫി പാട്ടുകാരൻ ഇറക്കിയ ഒരു പാട്ടുണ്ട്, ഔലിയാക്കളുടെ വീട് എന്ന ഒരു പാട്ട്. ആ പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക ആദ്യം. لا موجود إلا الله لا مشهود إلا الله لا مقصود إلا الله لا معبود إلا الله لا إله إلا الله ഔലിയാക്കളുടെ വീട് അതിൽ ചെന്ന് ചേരുവാനോട് അതിൽ തന്നെ രാപ്പകല് കൂട് അത് തന്നെയാ സ്വർഗമേട്. ഔലിയാക്കളുടെ വീട് അതിൽ ചെന്ന് നമ്മളതിന്റെ തുടക്കത്തിൽ കേട്ടില്ലേ, ലാ മൗജൂദ ഇല്ലല്ലാ. മുജാഹിദുകൾക്ക് അറിയാത്തതല്ലോ. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എത്രയാണ് എന്നുള്ളത്. തനിച്ച അദ്വൈതവാദമാണ്. യഥാർത്ഥത്തിൽ ഉള്ളവൻ അള്ളാഹു മാത്രമാണ്. മറ്റുള്ളവയെല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു അവക്ക് ജീവൻ നൽകുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ളത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളതെല്ലാം അള്ളാഹുവാണ് എന്ന വഹ്ദത്തെ വുജൂദിന്റെ വിശ്വാസത്തെയാണ് വളരെ സംഗീതാത്മകമായി ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്, ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം എന്താണ്? അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്, ഒരു സൂഫി വിറുതും ദിക്റുമൊക്കെ ആയിട്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്താൽ പിന്നെ കാണുന്നതെല്ലാം അള്ളാഹുവാണ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നതെല്ലാം അള്ളാഹു അല്ലാതെയല്ല. അവൻ സൂഫി കാണുന്നത് മുഴുവൻ പിന്നെ കാണുന്നത് മുഴുവൻ ആ ആനന്ദത്തിൽ അവൻ കാണുന്ന എല്ലാം അള്ളാഹുവാണ് എന്ന വിശ്വാസം. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലക്ഷ്യം വെക്കപ്പെടുന്നതായി അള്ളാഹു അല്ലാതെ ഇല്ല. എന്താ ഉദ്ദേശിക്കണത്? സൂഫിക്ക് ഈ ആരാധനകളും ഇതൊക്കെ ചെയ്യുന്നതിനോട് സ്വർഗം കിട്ടണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല. പിന്നെന്താ? അള്ളാനെ കിട്ടുക എന്നാണ് അവർ പറയാ. അള്ളാഹു മാത്രമാണ് ലക്ഷ്യം. സ്വർഗമോചനമോ നരകമോചനമോ ഒന്നും ലക്ഷ്യമല്ല എന്ന പ്രഖ്യാപനം. ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നല്ല, ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടുന്നവനായി അള്ളാഹു അല്ലാതെ ഇല്ല. എന്ന് വെച്ചാല് ആരെ ആരാധിച്ചാലും ആ ആരാധന എത്തുക അള്ളാഹുവിലേക്കാണ് എന്ന വികലമായ വിശ്വാസം. എന്നിട്ട് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഔലിയാക്കളുടെ വീട്, അതിൽ ചെന്നു ചേരുവാനോട്, അത് തന്നെയാണ് സ്വർഗ വീട്. ഈ ദർഗകളിലും മറ്റുമൊക്കെ ചടഞ്ഞിരിക്കുന്ന ആ ദർഗകൾക്ക് മുന്നിൽ അടയിരിക്കുന്ന സൂഫി സമ്പ്രദായത്തിലേക്ക് പാട്ടിന്റെ ഇശലിലൂടെ ആളുകളെ, പുതുതലമുറയെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ മക്കളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. പുതിയ തലമുറയാണ് മാസം പാട്ടുകൾ ഇറക്കിക്കൊണ്ട് ഇവര് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഇതിന്റെ ഗൗരവം, നമ്മൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ കാണാൻ നമുക്ക്